ഈ ഓണത്തിന് ക്രീമിയും ഡെലീഷ്യസുമായിട്ടുള്ള ഒരുപാട് ഫ്ലേവേഴ്സ് അടങ്ങിയ കോവയ്ക്ക പാൽക്കറി ചെയ്ത് നോക്കാം. ഇതിൽ ഏറ്റവും നല്ല കാര്യം നമുക്ക് 2 മിനിറ്റ് കൊണ്ട് മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്ക 2 സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ ചെരിച്ച് വെച്ചിട്ടാണ് നീളത്തിലാണ് കട്ട് ചെയ്യണേ. നേരെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് നീളത്തിലായപ്പോൾ മിക്സിംഗ് ബൗളിലേക്ക് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, 2 പച്ചമുളക് സ്ലൈസ് ചെയ്തത്, കറിവേപ്പില, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് കൂട്ടിയിട്ട് വെച്ചേക്കാം. ആവശ്യത്തിന് ഉപ്പ്, അല്പം വിനാഗിരി, വെളിച്ചെണ്ണ, നല്ലൊരു സ്മെല്ല് വരുന്നവരെ എല്ലാം നന്നായിട്ട് തിരുമിയെടുക്കുക. എല്ലാ മസാലകളും ആദ്യം തന്നെ നല്ലോണം തിരുമി ഉടച്ചു, നല്ല ഫ്ലേവറോട് വന്നു. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് കോവയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം മസാലയിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. മസാല എല്ലാം നമ്മൾ മിക്സ് ചെയ്തു. ആ ഓയിലിന്റെ ഗ്ലേസും കൂടി നന്നായിട്ട് കോവയ്ക്കയിൽ വന്നു. ഇതെല്ലാ കോവയ്ക്കയിലും നല്ല രീതിയിൽ മസാല പുരണ്ടു വന്നു. ഇനി നമ്മൾ പാനിലേക്ക് ഇടാൻ പോവാണ്. മസാലയും കോവയ്ക്കെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഈ സമയത്ത് നമ്മൾ അടുപ്പ് ഓൺ ആക്കുന്നില്ല. നമ്മൾ സെക്കൻഡ് പാൽ കൂടി ആദ്യം തയ്യാറാക്കിയിട്ടാണ് ഒന്നിച്ചാണ് ഇതെല്ലാം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2ാം പാൽ തയ്യാറാക്കാനായിട്ട് പോവാണ്. സാധാരണ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് അത് പൊട്ടിച്ച് അത് ചിരണ്ടി പിന്നെ അതിൽ തേങ്ങാപ്പാൽ എടുത്ത് ഒരു 20 മിനിറ്റ് നേരത്തെ പ്രൊസീജിയറാണ്. ഇത് നമ്മൾ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ച് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാനായിട്ട് പറ്റും. 3 ടേബിൾ സ്പൂണോളം മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തു. അതിലേക്ക് 2.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല ലൂസ് ആക്കിയിട്ട് നമ്മൾ സെക്കൻഡ് പാൽ തയ്യാറാക്കി. അതുകൂടി നമ്മൾ ഈ സമയത്ത് ഒഴിച്ചു കൊടുത്തു. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മൾ വേറെ വെള്ളം ഒന്നും ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആ തേങ്ങാപ്പാൽ കിടന്നാണ് ഇനി ഇത് കുക്കാവുന്നത്. കോവയ്ക്ക് വേവാനായിട്ട് ഒരുപാട് ടൈം വേണം. നമ്മൾ കുറച്ച് തിന്നായിട്ടാണ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരേ റൊട്ടേഷനിൽ വേണത് ഇളക്കി കൊടുക്കാനായിട്ട് ഒരു 15-20 മിനിറ്റോളം കുക്ക് ചെയ്തു. നന്നായിട്ട് കുറുകി വന്നു. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാണ്. 3 ടേബിൾ സ്പൂണോളം മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡറിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ 1ാം പാൽ തയ്യാറാക്കി എടുത്തു. മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡറിന്റെ വേറൊരു പ്രത്യേകത, നമുക്ക് ഇഷ്ടമുള്ള തിക്നെസ്സിൽ അത് മാറ്റാൻ പറ്റും. പായസം ആയാലും സ്റ്റൂ ആയാലും വേറെ ഏത് കറി ആയാലും നമുക്ക് ഇഷ്ടമുള്ള തിക്നെസ്സിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കോവയ്ക്കെല്ലാം നന്നായിട്ട് വെന്ത് വന്നു. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1ാം പാൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കറി എല്ലാം നന്നായിട്ട് കുറുകി വന്നു. ഈ ഒരു ടെസ്റ്റിൽ നമ്മുടെ കോവയ്ക്ക പാൽക്കറി റെഡി ആയിട്ട് കിട്ടി. നമ്മൾ ഗാർണിഷിനായിട്ട് പച്ചമുളക്, തക്കാളി നീളത്തിൽ കട്ട് ചെയ്തത്, കറിവേപ്പില, അല്പം വെളിച്ചെണ്ണ, ഈ ഒരു പരുവത്തിൽ നല്ല കുറുകിയ കോവയ്ക്ക പാൽക്കറി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നല്ല കുത്തരി ചോറിൽ കുറുകിയ കോവയ്ക്ക പാൽക്കറി കൂടി ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് കഴിക്കാം. നല്ല എരിവ്, നല്ല പുളി, നല്ല ടേസ്റ്റുള്ള കറിയാണത്. മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ നിങ്ങളുടെ വീടിനടുത്തുള്ള എല്ലാ ഷോപ്പിലും ലഭ്യമാണ്.